അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വന്ന് ഈ ബിസി ഷെഡ്യൂളിനിടയ്ക്ക് വന്ന് കളിക്കും എന്ന് പറയുന്നത് ഒരു അന്തംഗമ്മികൾ പോലും വിശ്വസിക്കില്ല. അപ്പോൾ കൃത്യമായിട്ടും ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടി ഫുട്ബോളിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ ഏതൊരു സംശയത്തിന് ഇട നൽകാത്ത കാര്യമാണ്. വോട്ടിന് വേണ്ടിയിട്ട് മെസ്സി വരൂട്ടോ എന്ന് പറയുന്നതിനോട് ശരിക്കും അതൊരു എന്താ പറയുക, ഒരു പ്രഹസനം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറയണം 130 കോടി രൂപ ആണ് എന്ന് പറഞ്ഞ്, മെസ്സി 5 പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 150 കോടി രൂപയാണ്. ഒരു മെസ്സി വന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിന്റെ കീഴിൽ പല അവരുടെ ഹിഡൻ അജണ്ടാസ് നടപ്പാക്കുക എന്നല്ലാതെ ഒരിക്കലും അത് ഫുട്ബോളിന് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നാളെ എന്നെ തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ എന്നെ ആക്രമിക്കുന്ന ഉറപ്പാണ്. പക്ഷേ എനിക്ക് നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ ഇന്ന് സുപ്രധാനപ്പെട്ട ഒരു അതിഥിയാണുള്ളത്. അദ്ദേഹം ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ എ ഗ്രേഡ് കോച്ചാണ്. അതുപോലെ തന്നെ ISL കമന്റേറ്റർ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ISL വരുമ്പോൾ അതിനകത്ത് സ്പെഷ്യലിസ്റ്റ് ആണ്, കമന്റേറ്റർ ആയിട്ട് ഉണ്ട്. നമ്മളെ മുമ്പിൽ എപ്പോഴും കാണുന്നൊരു മുഖമാണ്. പ്രത്യേകിച്ച് ഫുട്ബോൾ സീസണൊക്കെ വരുമ്പോൾ, ലോകകപ്പൊക്കെ വരുമ്പോൾ നമ്മൾ സുപരിചിതമാണ് അദ്ദേഹത്തിന്റെ മുഖം. എബിൻ റോസ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു ഇന്റർവ്യൂ വയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, മെസ്സി അർജന്റീന ടീം കേരളത്തിൽ വരും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ച ഒരാൾ കൂടിയാണ് താങ്കൾ. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ തന്നെയാണ് ജീവിതം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കുന്ന പോലെ മറ്റാർക്കും ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു. ആദ്യം മുതലുണ്ടായിരുന്ന സംശയമായിരുന്നു, മെസ്സി കേരളത്തിൽ വരുമോ? അതായത് നമ്മുടെ ഇപ്പോൾ പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു അവ്യക്തതയുണ്ടായിരുന്നു. അതായത് ഇവിടെ നമ്മുടെ ഗ്രൗണ്ടുകളായാൽ പോലും ഒരു നിലവാരമില്ലാത്ത ഒരു സ്റ്റേഡിയം ആണെന്ന് പറയാതിരിക്കാനാകില്ല. അതായത് ISL കളിക്കാൻ പോലും യോഗ്യമില്ലാത്ത ഒരു സ്റ്റേഡിയത്തിലേക്ക് മെസ്സിയും അർജന്റീനയും വരുമോ? അതുമാത്രമല്ല, കേരള സർക്കാരിന്റെ ഈ ഒരു ആതിഥ്യം അനുസരിച്ച് വരുമോ? ഇത്രയും ഒരു 130 കോടി രൂപയാണ് അവർ പറഞ്ഞത്, അത് സ്വീകരിച്ച് അവർ വരുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കായിക മന്ത്രി തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന അവസ്ഥയുണ്ടായി. സ്പോൺസറിനാണ് ചുമതല, പിന്നെ പറയുന്നത് നമ്മൾ കൊണ്ടുവരും, പിണറായി സർക്കാർ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയവും ഒരു ഭാഗം തന്നെയാണ്. എങ്കിൽ പോലും ആളുകൾക്ക് അറിയേണ്ടത്, മെസ്സി വരുമോ നമ്മുടെ കേരളത്തിൽ? അതായത് ദൈവതുല്യനായിട്ടാണ് എല്ലാവരും കാണുന്നത്, മിശികയായിട്ട് കാണുന്ന മെസ്സി നമ്മുടെ കേരളത്തിൽ വന്ന് പണ്ട് തട്ടുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആദ്യം മുതലേ താങ്കളും പറഞ്ഞൊരു കാര്യമാണ്, പ്രാക്ടിക്കലി ഇത് നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം. ഞാൻ പല ഇൻ്റർവ്യൂകളിലും പല ചർച്ചകളിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 100% അദ്ദേഹം 2025 കേരളത്തിൽ വരില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞ ഒരാളാണ്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അന്ന് തന്നെ പറഞ്ഞു ഇതിൻ്റെ രാഷ്ട്രീയം. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഫുട്ബോള് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയെക്കാളും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു പ്രസ്ഥാനമാണ് ഫുട്ബോൾ. വളരെ റിയൽ പ്രൊഫഷണലിസമാണ്. നമ്മുടെ ഇവിടുത്തതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കളിക്കാരെ കൊണ്ട് കൊടുത്തിട്ട് അവരെ പേടിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തുന്ന ഒരു സംവിധാനമല്ല പ്രൊഫഷണലിസം. ലോക ഫുട്ബോളിൻ്റെ നിലവാരം വേറെയാണ്. നമ്മളിപ്പോഴും ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ അടിമകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി നമ്മുടെ ചെൽപ്പടിക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഫുട്ബോൾ. നമ്മളിപ്പോഴും എന്തുകൊണ്ട് വേൾഡ് കപ്പ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മൾ നടക്കാത്ത കാര്യങ്ങൾ ജനങ്ങളെ പറ്റിച്ച് അവരെ മുമ്പിൽ വലിയ ആളാകുന്നതിനപ്പുറം പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ തന്നെ പറയുന്നു 14 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ സ്പെയിനിൽ പോകാൻ ചിലവഴിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടെ കായിക സംഘടനയ്ക്ക് പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ജീവിരാജ് അവാർഡ് കൊടുത്തിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഇതിനൊക്കെ പൈസ ഇല്ല, പക്ഷേ അവർക്ക് സ്പെയിനിൽ പോകാൻ പൈസ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് പ്രൊഫഷണലിസം. എന്താണ് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലണ്ടറുകൾ കാലേക്കൂട്ടി നിശ്ചയിക്കും. ഫുട്ബോൾ കലണ്ടറുകൾ ഒരു വർഷം മുമ്പേ അല്ലെങ്കിൽ 6 മാസം മുമ്പേ, അതിൽ പിന്നെ നമ്മൾ പറയുന്ന പോലെ അനിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അവരുടെ ഡേറ്റ് മാറുന്നതല്ലാതെ ഒരിക്കലും അവരുടെ പ്ലാനിങ്ങിന് ഒരു മാറ്റവും വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാം, നമുക്ക് ഒളിമ്പിക്സിൽ മെഡലില്ല അല്ലെങ്കിൽ ലോകകപ്പിൽ മെഡലില്ലാത്തെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഞാൻ കേട്ടിറങ്ങിയത്, എൻ്റെ ഒരു അറിവ് ശരിയാണെന്ന് അറിയില്ല, 2023 തന്നെ അർജന്റീനയുടെ, അതായത് പ്രത്യേകിച്ച് ഇവരെല്ലാം തന്നെ കോടികളുടെ കരാറിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ താരങ്ങളുടെ എല്ലാം ഷെഡ്യൂളുകൾ 2023 കൂടെ തന്നെ അർജന്റീന പോലുള്ളൊരു പ്രൊഫഷണൽ ടീം നേരത്തെ എടുക്കുന്നതാണ്. അപ്പോൾ മറ്റ് ക്ലബ് ഫുട്ബോളല്ല. അപ്പോൾ അതിനകത്ത് പ്രകാരം ഒരു 8 ദിവസം മാത്രമേ പക്ഷേ എനിക്കൊന്ന് വിശ്രമങ്ങൾക്ക് ശേഷം വിശ്രമദിനങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 8 ദിവസം മാത്രമേ ചിലപ്പോൾ പരിശീലന മത്സരം കാണുകയുള്ളൂ. അത് കൊത്തിപ്പറിക്കാൻ ഇവിടെയുള്ള കോടീശ്വരം ഓമ്പന്മാരുണ്ട് ആ ഒരു സ്പോൺസർഷിപ്പ് എടുക്കാൻ. ആ ഒരു ദിവസങ്ങൾ കൊണ്ട് ഇവർക്ക് വരാൻ സാധിക്കും. മാത്രമല്ല, ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട കാര്യങ്ങളൊന്നും ഒക്ടോബറിൽ കേരള എന്നൊരു ഇതുപോലും ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. 2031 വരെ ഷെഡ്യൂൾ ചെയ്ത ആ ഒരു കലണ്ടറിനകത്ത് കേരളം ഇല്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക? അതിനകത്ത് നടക്കുമോ എന്ന് എങ്ങനെയാണ് ചിന്തിക്കേണ്ടി വരുന്നത്? അതൊരു സംശയമായിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ എന്നറിയില്ല. അതാണ് നമ്മൾ പറയുക പ്രൊഫഷണലിസം. എന്താണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നമുക്കിന്നും അറിയില്ല. നമ്മളെ ബഡ്ജറ്റും കോടികളുടെ പ്രഖ്യാപനത്തിനപ്പുറം എന്താണ് പ്രൊഫഷണലിസം നമുക്കറിയില്ല. കാരണം നമ്പർ 1 ടീമാണ് അർജന്റീന ഇന്ന്. നമ്പർ 1 ടീം, നമ്പർ 1 പ്ലെയറാണ് മെസ്സി.
മെസ്സി നമ്മൾ അവരുടെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ അവരുടെ ലോങ് വിഷൻ നിങ്ങൾ ചിന്തിക്കുക. മെസ്സി എന്തുകൊണ്ട് അമേരിക്കൻ ലീഗ് കളിക്കുന്നു? അടുത്ത ലോകകപ്പ് അമേരിക്കയിലാണ്. ആ ലോകകപ്പിൽ ഇപ്പോഴേ അദ്ദേഹം മൈൻഡും ബോഡിയും ഫിറ്റ് ആക്കുകയാണ്, അല്ലെങ്കിൽ അതിന് സെറ്റാക്കുകയാണ്. മൈൻഡും ബോഡിയും സെറ്റാക്കിക്കൊണ്ട് അടുത്ത വേൾഡ് കപ്പ് ഫോക്കസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു എക്സ്പോഷർ ട്രിപ്പിന് വേണ്ടി മാത്രം ഒരു പ്രൊഫഷണലായ മെസ്സി വരുമോ? തീർച്ചയായിട്ടും അവർക്കൊരു ഫ്രണ്ട്ലി മാച്ച് ആവശ്യമുണ്ട്. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. ഈ 1-ാം നമ്പർ രാജ്യത്തിനെതിരെ കളിക്കാൻ ആദ്യത്തെ 25 റാങ്കിങ്ങിലുള്ള മറ്റൊരു ടീമിനെ കണ്ടുപിടിക്കണം. അർജന്റീന മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. അപ്പം അങ്ങനെ ഒരു കടമ്പ അവിടെ ഉണ്ട്. ഈ ടീമുകളുടെ എല്ലാം കലണ്ടർ നിശ്ചയിച്ചുകൊണ്ട്, എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സി, അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ച് അദ്ദേഹം ഫിസിക്കൽ ഫിറ്റ്നസ്, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവല് നിലനിർത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമാണ്. കാരണം അദ്ദേഹത്തിന് ഇനിയും ഒരു ലോകകപ്പ് നേടണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ് കോപ്പ അമേരിക്ക കഴിഞ്ഞപ്പോൾ ആ പെനാൽറ്റി മിസ്സായതിനു ശേഷം ഇനി ഞാൻ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ച കളിക്കാരൻ തിരികെ വന്ന് 4 വർഷത്തിന് ശേഷം ഒരു രാജ്യത്തിന് ലോകകിരീടം നേടിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് നമ്മളെല്ലാം വിചാരിക്കുന്നത് അദ്ദേഹം ഇനി രാജ്യത്തിന് കളിക്കില്ല. കിരീടം നേടി അദ്ദേഹം ബൂട്ടഴിക്കുന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും 4 വർഷം കഴിഞ്ഞ് കളിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു ലോകകപ്പ് നേടാൻ അർജന്റീനയ്ക്ക് സാധിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ആ ടീമിൽ കളിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ക്രമപ്പെടുത്തി നിലനിർത്തണം. അതിനോടൊപ്പം തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ കളിക്കാൻ യോഗ്യനാണ്, ഞാൻ പ്രിപ്പയറാണ്, ഞാൻ രാജ്യത്തിന് വേണ്ടി വീണ്ടും ഒരു കപ്പ് നേടിക്കൊടുക്കും, എനിക്കത് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യാനാണ് അയാൾ അമേരിക്കയിൽ കളിക്കുന്നത്. അതാണ് പ്രൊഫഷണലിസം. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വന്ന് ഈ ബിസി ഷെഡ്യൂളിനിടയ്ക്ക് വന്ന് കളിക്കും എന്ന് പറയുന്നത് ഒരു അന്തംഗമ്മികൾ പോലും വിശ്വസിക്കില്ല. അതെ. ഞാൻ കുറച്ച് രാഷ്ട്രീയമായിട്ട് പറയുന്ന പറഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക, 2 ഇലക്ഷൻ മലബാറിൽ നടക്കുന്ന 2 ഇലക്ഷൻ സമയത്താണ് ഇദ്ദേഹം മെസ്സി വരൂട്ടോ എന്ന് പറയുന്നത്. ആ 2 ഇലക്ഷൻ എന്ന് പറയുന്നത് മലബാർ മേഖല, ഫുട്ബോളിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മലബാർ മേഖലയിൽ. അപ്പോൾ കൃത്യമായിട്ടും ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടി ഫുട്ബോളിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ ഏതൊരു സംശയത്തിന് ഇട നൽകാത്ത കാര്യമാണ്. അതിനുശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ഇന്ന് ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഇത് എത്രമാത്രം നമുക്ക് ബാഡ് ഇമേജ് ഉണ്ടാക്കുന്നു, അത് ഫുട്ബോളിനെ എത്രമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളെപ്പോലുള്ളവർ തീർച്ചയായിട്ടും ഇത് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അതെ, നമ്മൾ അതാണ് നേരത്തെ പറയുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് ISL മത്സരങ്ങൾ പോലും എനിക്കൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെട്ടത് ഇവിടെ അതിനൊരു പ്രായോഗികമായിട്ടുള്ള ഒരു ഇതില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവിടേക്കാണ് മെസ്സിയെ പോലുള്ളവരെ കൊണ്ടുവരുന്നത്. അത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാലാവസ്ഥ മനസ്സിലാക്കണം, നമ്മുടെ ഗ്രൗണ്ടുകൾ അതിന് പൂർണ്ണ സജ്ജമാണോ, ഗാലറികൾ അത്രയും മികവുറ്റതാണോ. അതായത് കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഉരിച്ചിളകി വരാൻ പോവുകയാണ് മെസ്സിയെ കാണാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ നടത്തേണ്ട കുറച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസിലുണ്ടാകുന്ന സംഭവങ്ങൾ, ഇതെല്ലാം മുൻകൂട്ടി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം വരുന്ന പരിപാടികൾ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കാൻ പാടുള്ളൂ. ഈ 2000 ഏതാനും എനിക്കൊന്ന് 3-6 മാസം മുമ്പാണ് ഇത് പ്രഖ്യാപിക്കുന്നത്, ഒഫീഷ്യലായിട്ടൊന്ന് പറയുന്നത്. ഈ 6 മാസത്തിന് താഴെയുണ്ട് ഇവരൊക്കെ ഉണ്ട്, ഇതൊന്ന് നടക്കുമോ എന്ന് അന്ന് മുതലേ ഉണ്ടായ സംശയമായിരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നം. അതായത് ഇത്രയും ലോക നിലവാരത്തിൽ കളിക്കുന്ന ഒരു ടീമിനെ കളിക്കാൻ ഇന്നും ഇന്ത്യയിൽ ആ ഒരു അംഗീകൃതമായ രീതിയിലുള്ള ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ള സത്യം ഈ മെസ്സി വരുന്ന ചർച്ച തുടങ്ങിയ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ സെക്രട്ടറി ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വന്നതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇത്രയും കാണികൾ, ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഇത് അൺബിലീവബിളാണ്. പക്ഷേ മറുവശത്ത് ഫുട്ബോൾ വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ ജ്ഞാനത്വത്തിൽ ഏകത്വം, നമ്മളിത് പറയുന്ന പോലെ സമത്വം, അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വാലിറ്റി ഏറ്റവും ആണുങ്ങൾക്കായിരുന്നാലും പെണ്ണുങ്ങൾക്കായിരുന്നാലും എല്ലാവർക്കും ഒരേ തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു സംഘടനയാണ് ഫിഫ. അവർ പറയുന്ന കളിക്കാരുടെ സുരക്ഷിതത്വം, കളി കാണാൻ വരുന്ന കാണികളുടെ സുരക്ഷിതത്വം, പ്രകമ്പനം കൊള്ളുകയാണ് നമ്മുടെ കാണികൾ. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാണികൾ ആർത്ത് വിളിക്കുമ്പോൾ ഗാലറി പ്രകമ്പനം കൊള്ളുകയാണ്. അദ്ദേഹം ഭയന്നുപോയി. അദ്ദേഹം പറഞ്ഞ് ഇത്രയും സേഫ് അല്ലാത്ത അടുത്ത് ഇത്രയും നല്ല അറ്റ്മോസ്ഫിയർ ഇന്ത്യയിൽ ഫുട്ബോളിൽ വളരണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കളിക്കാർക്കും കളി കാണാൻ വരുന്നവർക്കുള്ള സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റേഡിയം പോലും ഇല്ലാത്ത സാഹചര്യം. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാർ ഈ കാണികളിലെ എണ്ണത്തിന് വെട്ടിച്ചുരുക്കിയത് അടുത്ത കളി പോലെ. കാരണം നമുക്ക് കളിപ്പിക്കാൻ വേറെ ഗ്രൗണ്ടില്ല. അപ്പം അവസാനം നമ്മളെ ഇത് ചെയ്യേണ്ടി വന്നു, അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പകുതിയോളം കാണികളെ വെട്ടിച്ചുരുക്കിയിട്ടാണ് അടുത്ത മത്സരം മുതൽ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ വേണ്ടി വന്നത്. അപ്പം അങ്ങനെ ഒരു സ്റ്റേഡിയം പോലും ഇല്ലാത്ത സമയത്ത് നമ്മളെന്തായിരുന്നു ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അടുത്ത് പറഞ്ഞെന്താ, തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് ഉണ്ടെന്ന് പറയും. ഗ്രീൻഫീൽഡ് ക്രിക്കറ്റുകാരെ ഏറ്റെടുത്ത്, ക്രിക്കറ്റുകാരുടെ പൈസയ്ക്ക് മുമ്പിൽ ആരും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ ഒരിക്കലും വിട്ടുവരുന്ന ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ഫ്ലാഷ് ന്യൂസ് കാണിക്കുകയാണ്, ക്രിക്കറ്റ് അസോസിയേഷൻ തിരുവനന്തപുരം കൊടുക്കില്ല, അവർക്ക് മറ്റ് മത്സരങ്ങൾ നടത്തുകയാണ്. ഇവരെവിടെ പോകും? ക്രിക്കറ്റ് പിച്ച് മാറ്റിയിട്ട് ഫുട്ബോൾ പിച്ച് അടിക്കുന്നത് അതിൻ്റെ കോടികളുടെ ചിലവുണ്ടല്ലോ. കോടികളുടെ പൈസ വിഷയമല്ല, പക്ഷേ ആ കലണ്ടർ. ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷൻ ഒരിക്കലും മറ്റൊരു സ്പോർട്സിനെ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കില്ല.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാര്യം ഫുട്ബോൾ പോലെ ഒരു ഇത് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റിന് ഒരിക്കലും അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല. അത് കൃത്യമായിട്ടൊരു ബിസിനസ്സാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബിസിനസ്സാണ്. കോടികളുടെ ആവശ്യമില്ല. അവരെ നമുക്ക് തൊടാൻ പോലും കഴിയില്ല. അവരെ അണ്ടറിലാണ് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഗവൺമെൻറ് കാര്യം നിങ്ങൾക്കറിയാം, ഗ്രാൻഡ് വേണ്ട, ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് വേണ്ട, ഇന്ത്യ ഗവൺമെൻറ് സപ്പോർട്ട് ഒന്നും വേണ്ട. ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണെന്ന് പറയുന്ന BCCIയോട് നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് തന്നെ കേന്ദ്രമന്ത്രിമാരും കോടീശ്വരന്മാരുമാണ്. അപ്പം നമ്മൾ അവരോട് കോമ്പറ്റ് ചെയ്ത് ഈ ഗ്രൗണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും ഡേറ്റ് കഴിയും. വേൾഡ് കപ്പ് ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പ് തന്നെ കഴിയും. പിന്നെ നമ്മൾ എന്തിനാണ് പറയുക, 2025 എന്തായാലും മെസ്സി ഇവിടെ വരില്ല. അപ്പോൾ ഈ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് പോലും അതൊന്നും പാലിക്കാതെ നമ്മുടെ സ്റ്റേഡിയങ്ങളിൽ കൂടി പോയ 50,000 പേർക്ക് മാത്രമേ കൂടിപ്പോയാൽ, അതായത് ഇപ്പോൾ ഗ്രീൻഫീൽഡ് അടക്കമുള്ള സ്റ്റേഡിയങ്ങളിൽ പറ്റുള്ളൂ. ഇത്രയും പേർക്ക് മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ടൊരു ഇത് ഉണ്ടാക്കണം. അതായത് ഇത്രയും ആൾക്കാർക്ക് വരുമ്പോൾ അതിനുള്ളൊരു ഇത് കാണണം. അല്ലെങ്കിൽ ചിന്നസ്വാമി പോലുള്ള ഒരു അപകടം ഒരുപക്ഷെ വന്നേക്കാം ഇത്രയും ചെറിയ ഇടത്ത് വരുമ്പോൾ. ഒന്നീ കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് ഇത്രയും വലിയ, അതായത് ഇന്ത്യ ഒട്ടാകെ ഇളകി വരുമ്പോൾ അത് ഒരുക്കി വെക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങൾ കൂടെ ഉണ്ടല്ലോ. അതൊക്കെ പാലിക്കാതെ പോകുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്ന കാര്യമാണ്, അത് നടക്കുമോ, പ്രാക്ടിക്കൽ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവിടെ ഒരു വ്യക്തത ഇവരെയും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവിടെയും പറയുന്നത് മെസ്സി വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ തന്നെ രാഷ്ട്രീയം ഉണ്ട് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയതുമാണ്. പക്ഷെ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. മറഡോണ നമ്മുടെയൊക്കെ എൻ്റെ കാലഘട്ടത്തിൽ ഹീറോ. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ബാജിയോ അല്ലെങ്കിൽ ക്ലിൻസ്മാൻ, ആ ഒരു കാലഘട്ടം. മറഡോണ അതിന് തൊട്ടുമുള്ള കാലഘട്ടം. ആ മറഡോണയെ ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവന്നപ്പോൾ പോലും കാണികൾ ആ ആരത കൂട്ടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കറൻ്റ്ലി മിഷിഹ എന്ന് വിളിക്കുന്ന മെസ്സിയും അർജന്റീനൻ ടീമും ഇവിടെ വരികയാണെങ്കിൽ, മെസ്സിയോളം ആരാധിക്കുന്ന ആൾക്കാരെ ഡീപ്പോളും മാർട്ടീനസും ഒക്കെ, അവരൊക്കെ ഉൾപ്പെട്ട ഒരു ടീം വരുമ്പോൾ ഈ കേരള ജനത മൊത്തം ഇളകും. ഇവരെങ്ങനെ നിയന്ത്രിക്കും? ഗതാഗതം ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അതിനോടൊപ്പം തന്നെ ഇത്രയും കാണികളെ ഉൾക്കൊള്ളാൻ, കാണികളെ എന്തായാലും ആ അവസ്ഥ ചിന്തിക്കാൻ പോലും കിട്ടും. നേരത്തെ പറഞ്ഞാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വന്ന അപകടത്തിന് വേറെ അതിനേക്കാളും വലിയൊരു ദുരന്തം ഇവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറെ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫുട്ബോളിനെ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് നമുക്ക് മെസ്സിമാരെ ഉണ്ടാക്കാം. നമ്മൾ മെസ്സിമാരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ രാജ്യങ്ങളെ നമ്മൾ ക്ഷണിക്കാതെ തന്നെ അവരിങ്ങോട്ട് കളിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ലോങ് ടേം വിഷൻ ഇല്ലാതെ വെറുതെ നമ്മൾ ഒരു വോട്ടിന് വേണ്ടിയിട്ട് മെസ്സി വരൂട്ടോ എന്ന് പറയുന്നതിനോട് ശരിക്കും അതൊരു എന്താ പറയുക, ഒരു പ്രഹസനം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെപ്പോലുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ വലിയ എളുപ്പമാണ്. നമ്മളെ തരം താഴ്ത്തുക, പ്രൊമോഷൻ ചെയ്യുക, ഇൻക്രിമെന്റ് തടഞ്ഞു വയ്ക്കുക, അതൊക്കെ സാധിക്കും. പക്ഷെ മെസ്സി അത് സാധിക്കൂ? നേരത്തെ പറയണം 130 കോടി രൂപ ആണ് എന്ന് പറഞ്ഞ് മെസ്സി 5 പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 150 കോടി രൂപയാണ് അദ്ദേഹത്തിന് മാത്രം. നമ്മൾ ഈ ടീമിനാണ് 130 കോടി കൊടുക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ മെസ്സി എന്ന് പറഞ്ഞ വ്യക്തി മാത്രം ഒരു 5 ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 150 കോടി കിട്ടും. തിങ്ക് ചെയ്യുക. പൈസ ഇല്ല, അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നിങ്ങൾ നാളത്തെ മെസ്സിമാരെ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ഡയലോഗ് അല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളെ സഹായിക്കാൻ ശ്രമിച്ചു. അവിടെ പാർട്ടിയും അല്ലെങ്കിൽ പാർട്ടിയുടെ ആൾക്കാരെയും കുത്തിത്തിരിക്കുക, അതിനെയും സംഘടനയും സ്വന്തമാക്കുകയല്ല ചെയ്യേണ്ടത്. പ്രൊഫഷണലായിട്ട് തിങ്ക് ചെയ്യുന്ന പ്രൊഫഷണൽ കളിക്കാർ, പ്രൊഫഷണൽ ടീം പറഞ്ഞെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക. അല്ലാതെ ഈ പറയുന്ന കായിക സംഘടനകൾ മേഖലകളിലെല്ലാം പാർട്ടിക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് ഭരിക്കാനും ഭരണം പിടിക്കാനും മാത്രമല്ല ഇവിടെ. അതുപോലുള്ളൊരു ഇതായിട്ടാണ് മെസ്സി വരുമെന്ന് പറയുന്ന ഈ ഡയലോഗ്. ഈ 13 ലക്ഷം രൂപ ചെലവായല്ലോ എന്ന് മന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് വിവിധ കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കരാറുകൾ നമ്മളിവിടെ കായിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, താങ്കളൊരു ഫുട്ബോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്ന് പണം ആഗ്രഹിക്കാതെ തന്നെ സേവനം അനുഷ്ഠിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ കായിക മേഖലയ്ക്കൊന്നും വേണ്ട വിധത്തിലുള്ളൊരു എന്താ പറയാനാണ് ഒരു വികസനം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഈ 13 ലക്ഷം രൂപയ്ക്ക് പോയി വന്നിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ, അതായത് കോളം FC പോലുള്ളൊരു ക്ലബിന് കിട്ടുന്നില്ല. മാത്രമല്ല ഇവിടുത്തെ വിവിധ നമ്മൾ കണ്ട ഒരു ഗ്രൗണ്ടുകൾ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്, നല്ലൊരു ഗ്രൗണ്ട് പോലും കളിക്കാനില്ലാത്തൊരവസ്ഥയാണ്. എന്നിട്ട് എന്തിനാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇതിനു വേണ്ടി ചിലവാക്കി ഈ കരാറുകൾ ഒപ്പിട്ടു, ഇതിന് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? സാറേ, കോളം FCയുടെ കാര്യമില്ല സാറേ. നമ്മൾ ആലോചിക്കുക, GV രാജ് അവാർഡ് ഓരോ കായിക താരത്തിൻ്റെയും എന്താ പറയുക, നമുക്കിതൊക്കെയാണ് മോട്ടിവേഷൻ. നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറയുക ഫിനാൻസ് മാത്രമല്ല, നമ്മൾ അംഗീകരിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും കേരളം മറ്റുള്ളവരെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ കായിക താരങ്ങളെ പലപ്പോഴും കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒന്നിനും കൊള്ളാത്തവരാണ്. കാരണം നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനും മറ്റുള്ള എല്ലാം അതെല്ലാം ഇത് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നവരായിരുന്നാൽ പോലും നമ്മൾ അതെല്ലാം കളഞ്ഞ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ജേഴ്സി അണിയണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ അതിനുവേണ്ടി സമർപ്പിക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന കാലഘട്ടത്തിൽ കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്. പക്ഷേ നമ്മളൊരു ഡ്യൂട്ടിക്കോ നമ്മൾ വേറെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കളിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നരകതുല്യമാണ് ജീവിതം.
പല കായിക താരങ്ങളും പിന്നെ അടിമ വേല ചെയ്യേണ്ട ഗതികേടാണ്. BP സത്യൻ അദ്ദേഹത്തിന് നിങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കായിക താരങ്ങൾ കളിക്കുന്ന കാലത്ത് അവർ പ്രൗഡായിരിക്കും, രാജ്യത്തിൻ്റെ അഭിമാനമായിരിക്കും, സ്റ്റേറ്റിൻ്റെ അഭിമാനമായിരിക്കും, നമ്മുടെ മേഖലയിൽ അഭിമാനമായിരിക്കും. പക്ഷേ ആ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വെറും കറിവേപ്പിലയാണ്. പലരും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ക്രിക്കറ്റ് ഒഴികെ മറ്റുള്ള മേഖലകളിലെ കായിക താരങ്ങളുടെ ഭൂതകാലം നിങ്ങൾ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ പലരും പട്ടിണിയിലാണ്. ഇത് പറയുമ്പോൾ സങ്കടമാണ്. കാരണം നമ്മൾ കളിക്കുന്ന നമ്മളെന്തിനാണ് നമ്മൾ അതിനുവേണ്ടി സമരം, നമ്മുടെ എഡ്യൂക്കേഷൻ കളി, നമ്മളാരും മന്ദബുദ്ധികളല്ല, നമ്മൾ പഠിക്കാൻ കഴിവില്ലാത്തവരല്ല. പക്ഷെ നമുക്ക് അതിനുപരി നമ്മളെ രാജ്യത്തിനെ സേവിക്കണം, അല്ലെങ്കിൽ രാജ്യത്തിനൊരു മെഡൽ നേടിക്കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടി ഒരു മെഡൽ നേടിക്കൊടുക്കുന്ന ആഗ്രഹത്തോടുകൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞ് അന്ന് പ്രോത്സാഹിപ്പിക്കുകയും കളിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ അവൻ സർക്കാരിൻ്റെ പണമെടുത്ത് സുഖിച്ച് നടന്നവനല്ലേ, അവൻ കുറച്ച് അനുഭവിക്കട്ടെ. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എൻ്റെ കമ്പനിയിൽ എന്നെ പോസ്റ്റ് ചെയ്തത് നേരെ പ്ലാന്റിലോട്ടാണ്. എനിക്ക് ഈ ആസിഡ് എന്തെന്നറിയില്ല, കെമിക്കൽ എന്തെന്നറിയാതെ എന്നെ പോസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ ഒരു തിരുവനന്തപുരത്തെ ഒരു പ്രമുഖനായ നേതാവ്, മുൻ മന്ത്രിയെടുത്ത് പോയി നമ്മുടെ ആൾക്കാർ പോയി പറയണം, അദ്ദേഹം ഒരു കായിക താരമാണ്, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, കുറച്ച് വിഷപ്പുകയൊക്കെ ശ്വസിക്കട്ടെ, എനിക്കറിയാം ടൈറ്റാനിയം എന്താണെന്ന്. അങ്ങനെ ശ്വസിക്കട്ടെ എന്ന് പറഞ്ഞ ആൾ പിറ്റേന്ന് PV സിന്ധുവിന് ലഡ്ഡു ഉരുട്ടി കൊടുക്കുന്ന കാഴ്ചയാണ്. അതാണ് നമ്മുടെ സ്പോർട്സ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പൈസ എവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി വേണ്ട. ഈ 13 ലക്ഷം ചിലവാക്കി, അത് ആദ്യം പറഞ്ഞാൽ ഒന്നും ചിലവാക്കിയില്ലെന്നാണ് പറയുന്നത്. 13 ലക്ഷം രൂപ ഒരു ക്ലബിന് 10 ബോൾ വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇന്നലെ ന്യൂസൊക്കെ വായിച്ചത് ഇൻ്റർനാഷണൽ താരങ്ങൾ GV രാജ് അവാർഡിനെ കുറിച്ച് വളരെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഒരു അവാർഡ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ 13 ലക്ഷം എന്തിന് ചിലവഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രയോജനം? കോളംസ് എന്ന ക്ലബ്ബ് മാത്രമല്ല, നിരവധി ക്ലബ്ബുകളുണ്ട്. ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത നിരവധി ഫുട്ബോൾ കളിക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തൂടെ? മെസ്സി കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് മെസ്സിയെ കൊണ്ടുവരുന്നത്? തീർച്ചയായിട്ടും മെസ്സി ഇവിടെ വരുന്നില്ല, നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മെസ്സി വരുമ്പോൾ നമുക്ക് കാണണം, നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ദൈവം തന്നെയാണ്, ഫുട്ബോൾ ഇതേ സമയം മിശിഹ തന്നെയാണ്. അദ്ദേഹത്തെ കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ എന്ത് പ്രയോജനമാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്? അതൊന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പ്രയോജനമാണ്. കാര്യം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, ഫുട്ബോളിൽ കൂടുതൽ പ്രൊമോഷൻ കിട്ടും, ഫുട്ബോളിൻ്റെ ഇത് വളരും, കുറേ സപ്പോർട്ട് വരും, കുറച്ച് പൈസ വരും. അതിനപ്പുറം നമ്മളെന്ത് ചെയ്യുന്നു? ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെന്ത് ചെയ്യും? ഒരു മെസ്സി വന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിൻ്റെ കീഴിൽ അവരുടെ ഹിഡൻ അജണ്ടാസ് നടപ്പാക്കുക എന്നല്ലാതെ ഒരിക്കലും അത് ഫുട്ബോളിന് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. കായിക മന്ത്രി സത്യം പറയുന്നത് ഇവിടെ കുറച്ചുകൂടെ പക്വത കാണിക്കേണ്ടതെന്ന് തോന്നി. അതായത് ഒരു സ്പോൺസറിന്റെ വാക്ക് കേട്ടിട്ടാണോ കായിക മന്ത്രി ഇതൊക്കെ വിശ്വസിച്ച് മെസ്സി വരുമെന്ന് പറയുന്നതും? മാത്രമല്ല ഇപ്പോൾ തട്ടിക്കളിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും നീട്ടിവെക്കും. മെസ്സി വരില്ല എന്ന് പറയുന്നില്ല, പക്ഷേ വീണ്ടും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മെസ്സി വരും എന്ന് പറഞ്ഞ് ചിലപ്പോൾ വരും ആയിരിക്കും. എന്തായാലും ഒഫീഷ്യലായിട്ട് ഇപ്പോഴും പറഞ്ഞു മെസ്സി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അണിയറയിൽ ശ്രമിക്കുക. പക്ഷേ എന്തായാലും അതിനുള്ള സാധ്യത വളരെ കുറവില്ല. ഇനി ഫുട്ബോൾ പരിശീലനം, എനിക്ക് തോന്നുന്നു ലോകകപ്പ് സന്നാഹ മത്സരങ്ങളടക്കം വരാൻ പോകുന്നു, പരിശീലന മത്സരങ്ങൾ വരാൻ പോകുന്നു. മാത്രമല്ല കായികപരമായിട്ട് ഇവർക്ക് കുറേ മാറ്റങ്ങൾ വേണ്ട. ഫിറ്റ്നസ് പ്രധാന ഘടകമാണ്, കാലാവസ്ഥ അടക്കം ഇതിനകത്ത് ഘടകമാകുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ നിർത്തി നമ്മൾ നോക്കുമ്പോൾ അതിന് വളരെ സാധ്യത കുറവല്ലേ മെസ്സി വരാനുള്ള സാധ്യത? ഞാൻ ഇപ്പോഴും പറഞ്ഞു മെസ്സി വരില്ല. ഈ 2025 മെസ്സി വരില്ല. 2026 ആകുമ്പോൾ വേൾഡ് കപ്പാണ്. അതിനിടയിൽ മെസ്സി ഇവിടെ വരുമെന്ന് പറയുന്നത് വെറും നാടകം മാത്രമാണ്. കോമൺ സെൻസ് ഉള്ള അരിയാഹാരം കഴിക്കുന്ന ആരും അത് വിശ്വസിക്കില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി പ്രവർത്തകർ ന്യായീകരിക്കും, അല്ലെങ്കിൽ അതിനെ വീണ്ടും പ്രതീക്ഷ നൽകി ഇലക്ഷൻ കണ്ട് വോട്ട് പിടിക്കുന്നതിനപ്പുറം മെസ്സി വരില്ല മാഷേ. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ മെസ്സി യൂറോപ്പ് വിട്ടിട്ട് അദ്ദേഹം എന്തുകൊണ്ട് അമേരിക്കയിൽ കളിക്കുക? അതാണ് പ്രൊഫഷണലിസം. അദ്ദേഹത്തിൻ്റെ പ്രായം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് ലോകം മൊത്തം ഓടി നടന്ന് കളിക്കാനുള്ള ആ ഒരു കഴിവില്ല എന്നല്ല, അതായത് മെൻ്റലി അദ്ദേഹം പ്രിപ്പയർ ചെയ്യണം. അർജന്റീനയ്ക്ക് അടുത്തൊരു ലോകകപ്പ്, അതിൽ വീണ്ടും ഞാൻ കളിക്കണം. അദ്ദേഹത്തിന് റെക്കോർഡുകൾക്കുള്ള സ്ഥാനമുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനായിട്ട് മാറാൻ ഒരു 4 ഗോൾ സ്കോർ ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുന്ന ഇത് ഞാൻ ഫുട്ബോളിനെ കുറിച്ചാണ് പറയുന്നത്. ഫുട്ബോൾ കാര്യം ചിന്തിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്, അദ്ദേഹം ഇതെല്ലാം നമ്മളെപ്പോലെ ആ മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷേ ഇത് പറഞ്ഞതുപോലെ പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ നമുക്ക് പലതും പറയാം. അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സി അവിടെ ഡിപ്പാർട്ട്മെൻറ്റിലല്ല ജോലി ചെയ്യുന്നത്. മെസ്സി പക്കാ പ്രൊഫഷണലാണ്. മെസ്സിയെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ കൊടിയുടെ നിറം കാണിച്ച് ഭയപ്പെടുത്തി കൊണ്ടുവരാനോ ഒന്നും സാധിക്കില്ല. പക്ഷെ ഭയപ്പാടുണ്ടല്ലോ, മെസ്സി വന്നില്ലെങ്കിൽ അറിയാം ഇന്ത്യയിൽ, ഇവിടെ കേരളത്തിൽ വരാതെ ഇന്ത്യയിൽ കളിച്ചു കഴിഞ്ഞാൽ മെസ്സിയും അർജന്റീന അനുഭവിക്കുന്ന ഇവിടുത്തെ പ്രമുഖ ചാനൽ മേധാവി അതുപോലെ തന്നെ അത് പറയുന്നവരെ ചിലപ്പോൾ കോടീശ്വരനായിരിക്കും, നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരെ ഉപദ്രവിക്കാൻ സാധിക്കും.
നമ്മളെയൊക്കെ ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് വളർന്നു വരുന്ന പ്രസ്ഥാനങ്ങൾ ഉപദ്രവിക്കാൻ സാധിക്കും. ഇവർക്ക് മെസ്സിയുടെ, ഞാൻ അതാ പറഞ്ഞു, മെസ്സിയുടെ രോമത്തിൽ തൊടാൻ കഴിയില്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തൊടാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് 5 ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് അദ്ദേഹത്തിന്റെ 130 കോടിക്ക് മുമ്പ് ടീമിന് കൊടുക്കുന്ന 130 കോടിയേക്കാളും കിട്ടും 150 കോടി. അപ്പൊ ഇത് ആരാണ് ഭയപ്പെടുത്തുന്നത്? അപ്പോൾ സത്യം പറയാം, കേരളത്തിലെ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നാമത്തെ കേസ്, കേരളത്തിലുള്ളവർക്ക് ഇത് കായികപരമായിട്ടുള്ള കാര്യം, അതായത് കായികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയും പരിജ്ഞാനം ഇല്ല എന്നുള്ളൊരു മനോഭാവം അല്ലേ ഇവർ കാണിക്കുന്നത്. അല്ല, എനിക്ക് എന്നത് പൈസയ്ക്ക് മുകളിൽ ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന കുറെ, എന്താ പറയുന്ന, ഈ അല്പന ഐശ്വര്യം എന്ന അർദ്ധരാത്രി കുഴ പിടിക്കുക, ആ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കൊന്നും അത് പറയാനില്ല, നമുക്ക് ഇവരുമായിട്ട് കമ്പയർ ചെയ്യാനോ ഇവരുമായിട്ട് ഇത് ചെയ്യാനോ വയ്യ. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. നമ്മളടുത്ത് ഈ മെസ്സിയെപ്പോലുള്ള ആൾ വരും, നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. കാരണം പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട കുറെ ടെക്നിക്കാലിറ്റി ഉണ്ട്, കുറച്ച് യാഥാർത്ഥ്യബോധങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യബോധം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. ഫുട്ബോളിനെ പോലെ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗെയിമിനെയൊക്കെ പിടിച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി. ഇപ്പോൾ അദ്ദേഹം ലോകം അറിയപ്പെട്ടു. ഒരു ഇന്റർവ്യൂ കൊടുത്ത് അദ്ദേഹം അർജന്റീന വരെ അറിയപ്പെട്ടു, ഇല്ലേ? ശരിയല്ലേ? അതെ അതെ. അതിന്റെ പുറകിലൊരു ഇതില്ലേ, ഒരു പുതിയൊരു PR, ഒരു തന്ത്രം ഇല്ലേ? അദ്ദേഹം ഫേമസ് ആയില്ലേ? ഇദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം ചിലപ്പോൾ കോടീശ്വരനായിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കറിയാമായിരുന്നു? പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. ഫുട്ബോൾ മേഖലയിൽ അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പൊ അദ്ദേഹം ശരിക്കും അത് അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഉപയോഗിച്ചില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ, പക്ഷെ അദ്ദേഹത്തിന് ആധികാരികമാണ്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് ഫുട്ബോളിനെ കുറിച്ച് ഏതൊരു നോളജും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. കാര്യം ഇന്റർനാഷണൽ ട്രാൻസ്ഫർ എന്താണ്, ഇന്റർനാഷണൽ കലണ്ടർ എന്താണ്, ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് കളിക്കുന്നത് എങ്ങനെയാണ്. ഇവർ സ്പെയിനിൽ പോയി, നമ്മൾ അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ സ്പെയിനിലെ ഓഫീസിൽ പോയി ഒരു ഏജന്റുമായിട്ട് ഒപ്പിടുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക, വേറെ ഒന്നുമില്ല. അർജന്റീന എന്ന രാജ്യം നമുക്കറിയാം, അവിടുത്തെ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആസ്ഥാനം അവരാണെന്നറിയാം. എന്തിനാണ് നമ്മൾ സ്പെയിനിൽ പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മൾ എന്തിനാണ് ഒരു ഏജന്റിൻ്റെ അടുത്ത് പോകുന്നത് നമുക്കറിയില്ല. ഓക്കെ, ഇതിൻ്റെ എളുപ്പ വഴിയായിരിക്കാം അവരെ കോൺടാക്ട് ചെയ്യുക. എന്തുകൊണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഴി നമുക്ക് പ്രോപ്പർ ചാനലിൽ പോകാത്ത എന്തുകൊണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നവർ. എന്തുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഴി പോയില്ല? അതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയം ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ള ടൈം ലിമിറ്റേഷൻ കാരണം പറയുന്നില്ല. കാരണം അതൊരു സന്തോഷ് ട്രോഫി ഇവിടെ നടത്തിയ സമയത്ത് നമ്മുടെ ഫുട്ബോൾ അസോസിയേഷനെ ഓവർകം ചെയ്ത് ചില ആൾക്കാർ ഏറ്റെടുത്തു എന്നും അതുകൊണ്ടാണ് സക്സസ് ആയെന്നും പറഞ്ഞിവിടെ ആ ഒരു കോൺഫിഡൻസ്. ഞാൻ പറയുന്നത് മന്ത്രി വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യണമെന്നും ഫുട്ബോളിനൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നും ഫുട്ബോളിൻ്റെ വലിയ കാര്യങ്ങൾ കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മന്ത്രി എന്നുള്ള ഇൻഡിവിജ്വലിനല്ല ഞാൻ പറയുന്നത്. മന്ത്രിക്ക് ചുറ്റും കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഈ സന്തോഷ് ട്രോഫി വിൻ ചെയ്തു അന്ന് മലപ്പുറത്ത് ചേർന്ന സന്തോഷ് ട്രോഫി വലിയ ജനപങ്കാളിത്തത്തോടെ നടത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ കുറച്ച് ആൾക്കാരാണ്. ആ ആൾക്കാരാണ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ലെവലിലൊരു റിസ്ക് എടുക്കാനും ശരിക്കും പറഞ്ഞ് ഈ മന്ത്രിസഭയെ തന്നെ നാണം കെടുത്തിയെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അത് കാരണം മറ്റൊരു കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് മലബാർ മേഖലകളിൽ തന്നെ വിദേശ ആൾക്കാരെ, ഇപ്പം ലീഗ്, അവരെ പ്രാദേശിക ലീഗായിട്ട് വിദേശ നല്ല താരങ്ങളെ കൊണ്ടുവന്ന് ആളുകളെ അത്രയും സ്വാധീനം കൊണ്ടുവരുന്നുണ്ട്. അവർ തന്നെ ഒരു ചെറിയ മൈതാനം കെട്ടി അവർ തന്നെ വൈകുന്നേരം വലിയ രീതിയിൽ വലിയ രീതിയിൽ സ്വാധീനിക്കും. അങ്ങനെ കുറേ പ്രമുഖരുണ്ടായിട്ടുണ്ട് അവിടെ. അങ്ങനെ ആ ഒരു നടത്തിപ്പിന്റെ പേരിൽ ആ ഒരു സമീപനം തന്നെയല്ലേ അവിടെ. ഇങ്ങനത്തെ ആണെങ്കിൽ ഇവിടെ മെസ്സിയെ തന്നെ കൊണ്ടുവരാനുള്ള രീതി ആയിരിക്കില്ല ഇവിടെ വിവരിച്ചത്. അതല്ല, അതായത് രാഷ്ട്രീയത്തിൽ ചില സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഫുട്ബോളിന്റെ വക്താക്കളെന്ന് പറഞ്ഞ് മലബാർ മേഖലയിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ മന്ത്രിക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ശരിക്കും ഞങ്ങൾ ഫുട്ബോൾ അസോസിയേഷൻ ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ ഫുട്ബോൾ കളി നടത്തും. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ സന്തോഷ് ട്രോഫിയുടെ ആ ഒരു വിജയം, മലപ്പുറത്ത് നടന്ന സന്തോഷ് ട്രോഫിയുടെ വിജയം, ശരിക്കും പറഞ്ഞ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൃത്യമായ ഒരു നയതന്ത്രം ആയിരുന്നു അത്. ചില ആൾക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് ഇത് മലപ്പുറത്ത് ആര് കളി നടത്താലും അവിടെ കാണികൾ ഗാലറി നിറയും. പക്ഷെ കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ ചെയ്യാതെ ജനപങ്കാളിത്തോടെ നടത്താൻ വേണ്ടി മാത്രമാണ് കുറച്ച് മന്ത്രിയുടെയും അന്ന് ഗവൺമെൻറ് സപ്പോർട്ട് കൂടി അവിടെ നടത്തിയപ്പോൾ അതിൻ്റെ ചുറ്റും നിന്ന കുറേ അല്പബുദ്ധികളാണ് ശരിക്കും പറഞ്ഞാൽ മന്ത്രിയെ വഴിതെറ്റിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അവർ പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കേരള ഫുട്ബോൾ എന്തിനാണ് കോച്ച് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചുകൊണ്ട്, കോച്ച് എഡ്യൂക്കേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഇന്ന് ലാപ്ടോപ്പും സാറ്റലൈറ്റും ഒക്കെ ഉപയോഗിച്ച് ടെക്നിക്ക് കാര്യങ്ങളെല്ലാം അതാത് നിമിഷം പ്രിന്റ് ചെയ്ത് ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും പറയുന്ന മല കയറുക, 100 റൗണ്ട് ഓടുക. പണ്ട് ഞങ്ങൾ പ്രാക്ടീസ് കഴിയുമ്പോൾ ഞങ്ങൾ ഇത്ര കിലോമീറ്റർ നടന്നാണ് വന്നത്.
ഇത്ര ഓടിയാണ് വന്നത്, ഞങ്ങൾ സൈക്കിൾ വന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഭയങ്കര കളിക്കാർ. അന്ന് എത്ര രാജ്യങ്ങൾ കളിച്ചു എന്നും എത്ര പേര് സന്തോഷ് ട്രോഫി സീരിയസ് ആയിട്ട് കളിച്ചു എന്നും നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കളിക്കാരൻ, ഞാൻ അവരെ ആക്ഷേപിക്കുന്നതല്ല അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നതല്ല, അവരുടെ കാലഘട്ടത്തിൽ അത്രേ ഉണ്ട്. ആ നോളജ് അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. നമ്മളന്ന് 7-8 ഗോളിന് തോൽപ്പിക്കുന്നു. ജപ്പാൻ ഇന്ന് വേൾഡ് കപ്പിൽ ജയിക്കുന്നു. സൗദി അറേബ്യ ഇന്ന് അർജന്റീനയെ തോൽപ്പിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലോട്ട് ഫുട്ബോൾ വളർന്നിട്ട് നമ്മൾ വളരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അന്ന് സന്തോഷ് ട്രോഫിയുടെ വിജയത്തിൽ മതിമയങ്ങിയ കുറേ അല്പബുദ്ധികളാണ് ശരിക്കും പറഞ്ഞാൽ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുമെന്നും അതുവഴി അവരുടെ കുറേ നേട്ടങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പാവപ്പെട്ട സ്പോൺസറെ പോലും ഇവർ പറഞ്ഞു പറ്റിച്ചാണ് നമ്മളെ കൊണ്ട് സാധിക്കും, നമുക്കിവിടെ കാണിച്ചു കൊടുക്കണം, അടുത്ത ഭരണം നമുക്ക് പിടിച്ചെടുക്കണം അതുവഴി എന്നുള്ള കൃത്യമായ അജണ്ട തന്നെയാണ്. എന്നാലല്ലേ ഇവർക്ക് വീണ്ടും ഈ മേഖലകളിൽ നിന്ന് ഇതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായിക സംഘടനകൾക്ക് പൈസ കൊടുക്കാനില്ല, അല്ലെങ്കിൽ ക്ലബ്ബ് ജീവരാജ് അവാർഡ് പോലും കൊടുക്കാൻ പൈസയില്ല. പക്ഷെ അവർക്ക് സ്പെയിനിൽ പോകാനോ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ കാര്യം നടത്തിയെടുക്കാൻ മന്ത്രിയുടെ ചുറ്റും കൂടിയ കുറേ ആൾക്കാരാണ്. നാളെ എന്നെ തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ എന്നെ ആക്രമിക്കുന്ന ഉറപ്പാണ്. പക്ഷേ എന്നെ പരമാവധി ദ്രോഹിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും ദ്രോഹിക്കാനില്ല. ഇനി ദ്രോഹിച്ചാൽ എനിക്ക് ഏൽക്കില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ ക്വസ്റ്റ്യൻ, അതായത് സ്വാഭാവികമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. അതായത് ഇങ്ങനൊരു ആൾ വരും, അപ്പോൾ ഈ അർജന്റീന ടീം വരുമ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ട കുറച്ച് പണികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊന്നു ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ അംഗമായ താങ്കൾ ഇത് അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കേരളത്തിലെ ഫുട്ബോൾ ഫെഡറേഷനുകൾ ഇത് അറിയിച്ചിട്ടുണ്ടോ, താങ്കൾക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഓഫീസിൽ നിന്നോ അങ്ങനെ അറിയിപ്പ് ഒരുങ്ങിയിരിക്കുക എന്നുള്ള അറിയിപ്പ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഇല്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏതൊരു നോളജും ഇല്ലാന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയം മാത്രമായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ പറഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന്. അതാണ് നേരത്തെ ഇന്നലെ ഒന്ന് ഒരു പത്രത്തിൽ അത് വ്യക്തമായിട്ട് എഴുതുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഴി പോയിരുന്നെങ്കിൽ ഇത്രയും പൈസ ആകില്ലായിരുന്നു. അതായത് ചിലപ്പോൾ കളി തന്നെ നടന്നു പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, സന്തോഷ് ട്രോഫിയുടെ അന്നത്തെ സന്തോഷ് ട്രോഫിയുടെ വിജയം അതിനെ മുതലെടുക്കാൻ കുറച്ച് ആൾക്കാർ കളിച്ച ഒരു വൃത്തിയിട്ട കളിയാണ് സത്യം പറഞ്ഞത്. ഇത് മന്ത്രിയും ഈ മന്ത്രിസഭയും നാണക്കെട്ടിൽ കൊണ്ട് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പ്രോപ്പറായിട്ട് പറയാം. റിയലി വിത്ത് ഓണസ്റ്റ്. ഞാൻ പല അസോസിയേഷൻ ഭാരവാഹികളായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾക്കറിയില്ല ഇതിനെക്കുറിച്ച്. നമ്മളെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് ഇന്ത്യയിലെ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷനാണ് കേരള ഫുട്ബോളിനെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അവർ ഇത്രയും വലിയൊരു ഒഫീഷ്യൽ മാച്ച് വരുമ്പോൾ അവർക്ക് അവരുടേതായ ഇതുണ്ട്, സ്ഥാനമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കായിക ഫെഡറേഷനുകളും അസോസിയേഷനുകളും വച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായ, അല്ലെങ്കിൽ ചിലപ്പം മന്ത്രി കാണുന്നത് രാഷ്ട്രീയപരമായ ഒരു മെസ്സി വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് നല്ലൊരു ഇമേജാണ്, അദ്ദേഹം അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന മലപ്പുറംകാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോൾ വളരും, അങ്ങനെയുള്ള പോസിറ്റീവ് വശത്തെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന കുറേ ആൾക്കാരിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കെണിയിൽ പെടുത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് ചീത്തപ്പേര്. അതിന്റെ കൃത്യമായിട്ട് പ്രോട്ടോകോൾ എങ്ങനെയായിരുന്നു? കറക്റ്റായിട്ട് വരികയാണെങ്കിൽ മന്ത്രിയുടെ ഓഫീസാണോ അതോ ഇപ്പോൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണോ? കൃത്യമായിട്ട് പ്രോട്ടോകോൾ ഉണ്ടാവില്ല ഇതിനകത്ത്? അവർക്ക് അയച്ചൊരു മെയിൽ അയച്ച് റെസ്പോൺസ് കിട്ടി, അവിടെ ഈ ഒരു കരാറുകളുണ്ട്, അതിനകത്ത് പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഫിഫയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഗ്രൗണ്ടുകളാണോ ഇതെല്ലാം പരിശോധിച്ച ശേഷമേ ഒരു റെസ്പോൺസ് സ്വാഭാവികമായിട്ടും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഒരു പ്രോട്ടോകോൾ എങ്ങനെയാണ് ഇതിനകത്ത് കൃത്യമായിട്ട് വരുന്നത്? നമ്മൾ സർക്കാർ സ്ഥാപനത്തിൽ നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുക, ഒരു പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കുക, നമ്മൾ എന്താ അപേക്ഷ കൊടുക്കുക, അത് ഓരോരുത്തരും ഇത് ചെയ്ത് ബന്ധപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും 175 രാജ്യങ്ങളുള്ളപ്പോൾ ഫുട്ബോൾ സംഘടന 225, ഏകദേശം 50ഓളം രാജ്യങ്ങൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അവിടെ അത്രയും സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഒരു നമ്പർ 1 രാജ്യം, നമ്പർ 1 ഫുട്ബോൾ വേൾഡ് കപ്പ് നേടിയ ഒരു രാജ്യത്തിന് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ അസോസിയേഷൻ വരെ നമ്മൾ നല്ല മനസ്സോട് നമുക്കിവിടെ അർജന്റീനയെ കൊണ്ടുവരണം. ഈ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കും, എല്ലാ അസോസിയേഷൻ ഒരുമിച്ച് നിൽക്കും. എങ്ങനെ ഫുട്ബോൾ അസോസിയേഷൻ്റെ ബന്ധപ്പെട്ടവരായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുക, ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, നമുക്ക് മെസ്സിയെ കൊണ്ടുവരണം, നമുക്ക് അർജന്റീനയെ കൊണ്ടുവരണം. അപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ അതുമായിട്ട് ചെയ്യും. കേരള ഫുട്ബോൾ അസോസിയേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. അവിടെ അപേക്ഷ അവർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. അപ്പോൾ അർജന്റീന ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ കൂടെ ഫിഫയുമായിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഫിഫ അതിനൊരു കലണ്ടർ, തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഫുട്ബോൾ വളർത്തണമെന്ന് ഫിഫ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെയാണ്. ഫിഫ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായിട്ട് അർജന്റീന പോലെ ഒരു ടീം കൊണ്ടുവരേണ്ടത് അവരുടെ ആവശ്യമായിട്ട് മാറും. അപ്പോഴെന്താ സംഭവിക്കുക? ഇത് പോസിറ്റീവ് വൈബോടുകൂടി പോസിറ്റീവായിട്ട് നടക്കുമായിരുന്നു. അവിടെയാണ് നമ്മൾ ഇത്രയും വിവാദമാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരിലെ ചില ആൾക്കാരാണ് അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാവപ്പെട്ട മന്ത്രിസഭ എന്തിന് നമ്മൾ നേരത്തെ കുറ്റം പറഞ്ഞെങ്കിൽ പോലും എന്താ പറയുക, ആ സ്പോൺസറെ പോലും ഇല്ലാതാക്കിയത് തെറ്റായി. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്, അദ്ദേഹത്തിന് ചെയ്ത് ശരിയാണ് എന്നുള്ള കോൺഫിഡൻസ്. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ ഈ നിഗൂഢ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ആ നിഗൂഢ സംഘം തന്നെയാണ് ഇങ്ങനെ ഒരു ചീത്തപ്പേര് നമുക്കുണ്ടായി തന്നത്.
അപ്പം മെസ്സി ഇനി അടുത്തൊരു വരവ് എന്ന് വരുമെന്ന് കാത്തിരിക്കല്ലേ നമുക്ക്. മെസ്സി വരില്ല പക്ഷേ, കാരണം ഒന്ന് അടുത്ത വേൾഡ് കപ്പ് വരെ എന്തായാലും നമുക്ക് കിട്ടില്ല. അത് കഴിയുമ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യും. ഒരിക്കലും അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കില്ല. നിങ്ങൾ കുടുംബത്തിലൂടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. നിങ്ങൾ വാക്ക് എഴുതി വെച്ചോളാം. കാരണം അദ്ദേഹം ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിയുമ്പോൾ തന്നെ അതിനുള്ള പ്രായം റിട്ടയർ, അത് പറഞ്ഞ കോപ്പ അമേരിക്ക കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഇനി ഞാൻ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ജേഴ്സി ഊരി വെച്ച ഒരാൾ തിരികെ 2 വർഷം കഴിഞ്ഞ് വേൾഡ് കപ്പ് നേടുന്നു. വേൾഡ് കപ്പ് സ്വാഭാവികമായിട്ട് ഏതൊരു ഫുട്ബോളാണ് അദ്ദേഹത്തിന് അതിനുള്ള പ്രായമായി റിട്ടയർ. അപ്പം ആ വേൾഡ് കപ്പ് നേടി ലോകത്ത് ഇനി എനിക്കൊന്നും നേടാനില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന വിചാരിച്ചിടത്തുനിന്നാണ് അദ്ദേഹം വീണ്ടും. കാര്യം അദ്ദേഹം വരാൻ കാരണം ഞാൻ പറഞ്ഞില്ല, അർജന്റീന ടീം നല്ല സ്ട്രോങ് ആയി നല്ല കൺസിസ്റ്റൻസി പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് ടീമിനൊപ്പം ഒരു വേൾഡ് കപ്പ് കൂടെ 2 വേൾഡ് കപ്പ് നടന്ന താരമായിട്ട് മാറുക. അതിനോടൊപ്പം തന്നെ ടോപ്പ് സ്കോർ പദവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഗോൾ കൂടെ നേടിക്കഴിഞ്ഞാൽ ലോകത്തിലെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനായിട്ട് മാറുക. അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അതിനുവേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മറ്റുള്ള സാമ്പത്തിക എന്തിന് സൗദിയൊക്കെ എത്ര 1000 കോടി 2000 കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം എന്തുകൊണ്ട് അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അടുത്ത വേൾഡ് കപ്പാണ് ഫോക്കസ്. അടുത്ത വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും റിട്ടയർ ചെയ്യും എന്നുള്ള കാര്യം ഒരു സംശയമില്ല. നമുക്ക് വെറ്ററൻസ് ഫുട്ബോളിന് കൊണ്ടുവരാം മെസ്സിയെ. അതേ നടക്കുള്ളൂ, വിത്ത് ഓണസ്റ്റ്. വളരെ നന്ദി ഇവിൻ ട്രോസ്. താങ്ക് യു ബോസ്.